എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശ. ഒരു ചോദ്യം ചോദിക്കുക. ഞാൻ എന്തൊക്കെ ഡ്രസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുള്ളതാ? അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ഈ ഡ്രസ്സിൽ എന്തെങ്കിലും ബോറുണ്ടോ? ഇതെന്ത് വേഷം? ഐ മീൻ ഇതൊരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് രീതിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പുതിയ ഫ്ലാഷ് ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള് കൊള്ളാവണം. ഓക്കെ, ഈ ഒരു ഡ്രസ് ഇട്ടിട്ട് കുറെ പേര് കമന്റ് പറഞ്ഞാൽ നല്ല രസമുണ്ടെന്ന്. കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേറ് കോലം പോലെ. എന്റെ ഒരു സ്റ്റൈൽ കൊണ്ടുവരാനാണ് ഞാൻ കൊണ്ടുവന്നത്. ജിൻഡോ ചേട്ടൻ എന്താണ് ഇപ്പൊ ശ്രീതുനോട് പറഞ്ഞതെന്ന് ഞാൻ കേട്ടു. നല്ലെണ്ണ നിന്റെ തലയിൽ തേച്ച് കുളിക്കാത്തതിന്റെ കുറവ് ധാരാളം ഉണ്ടടി. എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇവിടെ വളരെ വൾഗർ രീതിയിലുള്ള ഡ്രസ് ഞാൻ ഇടുന്നില്ല. ഇത് എന്റെ ചോയ്സ് ആണ്. എനിക്ക് കംഫർട്ടബിൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ജിൻഡോ ചേട്ടനോട് നീ പറഞ്ഞു അവരവരെ എന്തിനാണ് ഇപ്പൊ വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. ഞാൻ ഡ്രസ് ഇടുന്നത് എന്റെ കംഫർട്ടബിളാ. ജിൻഡോന്റെ ബോഡിയിലല്ലല്ലോ എന്റെ ഡ്രസ് വരുന്നത്. പിന്നെ എന്താ പ്രോബ്ലം? ഇതിന് ഞാനിപ്പോ മറുപടി പറയുന്നില്ല. കാരണം തെണ്ടി പട്ടികളോട് സംസാരിക്കേണ്ട ഭാഷ എനിക്ക് വശമില്ല. എനിക്ക് തോന്നിയ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് തോന്നിയ പറയാനല്ല ഞാൻ. എനിക്ക് തോന്നിയതല്ലേ ഞാൻ പറഞ്ഞു. മണിയടിക്കാ ഇവിടെ ജനങ്ങൾ കാണുന്ന ഷോയാണ്. ജനങ്ങൾ ഷോ കുട്ടികളും കാണുന്ന ഷോയാണ്. ഇത്തിരി താഴ്ത്തി തന്നാ നീ അതിന്റെ പുറത്ത് കയറി നിരങ്ങും. നല്ല ഡ്രസ് അവൾ ആരെയും വരട്ടുന്ന സഹിക്കുന്നതിന്റെ അതിലുണ്ട്. അവളുടെ നാക്ക് വിജയം ദൂരക്കളെ കേട്ടോ. അവൾ ആരാണോ സീരിയ അവളുടെ അമ്മയുടെ നായര്. ചേട്ടാ, എന്റെ കെട്ടിവനോ എന്റെ കുടുംബക്കാർക്കോ ഇല്ലാത്ത വിഷമവും ടെൻഷനും ജിൻഡോ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റിന് എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് ഇതിനുള്ള മറുപടി പറയാനുള്ളത്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. സമാധാനമായ ഒരു സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്.